ഓക്കെ, എൻ്റെ പേര് രാജീവൻ എന്നാണ്. ഒരു മുൻ സൈനികനും റിട്ടയർഡ് അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു സബ്ജക്റ്റ് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ സബ്ജക്റ്റുകൾക്ക് മാറ്റങ്ങൾ വരും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാലയം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാലയം നമ്മുടെ വീട് തന്നെയാണ്. ഏറ്റവും വലിയ ഗുരുനാഥന്മാരാരാണ്? ജന്മം നൽകുന്ന അച്ഛനും അമ്മയും തന്നെയാണ് ഏറ്റവും വലിയ ഗുരുനാഥന്മാർ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അവരല്ല ഗുരുനാഥന്മാർ. ഇന്ന് അവരുടെ കയ്യിലിരിക്കുന്ന 5G മൊബൈലാണ് അവരുടെ ഗുരുനാഥന്മാർ. പണ്ട് നമ്മളൊക്കെ കാലഘട്ടത്തിൽ ഗുരുനാഥനാണ് പറയുക. കുടിപ്പള്ളി കൂടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എന്നും ഗുരുനാഥന്മാര് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ചെറിയൊരു കണ്ണിറ്റുകൾ എന്നൊരു പ്രയോഗം ഉണ്ടാകാറുണ്ട്. ഒരു കുട്ടി ജനിച്ചാൽ 5 വയസ്സ് വരെ ആ കുട്ടി അച്ഛൻ്റെ അമ്മയുടെ സംരക്ഷണമാണ്. കാരണം ആ കുട്ടിയുടെ കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ, കുട്ടിക്ക് അസുഖമുണ്ടോ, കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കാതിരുന്ന എന്താ പ്രശ്നം, അതൊക്കെ ആർക്കറിയാം? ആ കുട്ടിയുടെ അമ്മയ്ക്കറിയാം. അപ്പൊ 5 വയസ്സ് വരെ ആ കുട്ടീനെ എങ്ങനെയാണോ അച്ഛനും അമ്മയെ സംരക്ഷിച്ചു കൊണ്ടുപോയിരിക്കുന്നത്, അതിനുശേഷം ആ കുട്ടീനെ 5ാമത്തെ വയസ്സിൽ തികഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തിവാ? ഗുരുനാഥന്റെ അടുത്തേക്ക്. അതാണ് നമ്മൾ സാധാരണ നമ്മളുടെ ഗുരുനാഥക്കന്മാർ പറഞ്ഞു തരുന്നത്. എൻ്റെ അച്ഛനൊരു അധ്യാപകൻ 1953 അധ്യാപകനാണ്. ഞാനൊരു അധ്യാപകനായിരുന്നു. എൻ്റെ ഭാര്യ ഒരു അധ്യാപികയാണ്. അപ്പൊ നമ്മൾക്കറിയാം അതിൻ്റെ ഓരോ റൂട്ടുകളും. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. ഇവിടെ മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവം. അതെന്തുകൊണ്ടാണ് 4ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നത്? ഈ മാതാവും ഗുരുവും അച്ഛനും അമ്മയും ശിഷ്യനും എല്ലാവരും പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നു. പക്ഷെ അവിടെ 4ാം സ്ഥാനം എന്തിനു? കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞാൽ ജന്മം നൽകുന്ന അച്ഛനും. പിന്നെ ഗുരുനാഥൻ എവിടെയാണോ ഇരിക്കുന്നത്? അത് സരസ്വതി ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് 4ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നത്. പക്ഷെ ഇവരെല്ലാം ആദ്യ സ്ഥാനം ദൈവത്തിനെയാണ് കൊടുക്കുന്നത്. കോമൺ ഫാക്ട്. എന്താണ് ദൈവം? വാട്ട് ഈസ് മീൻ ബൈ ഗോഡ്? ഇംഗ്ലീഷിലായിരുന്നപ്പോൾ ജനറേഷൻ ഓർഗനൈസേഷൻ ഡിസ്ട്രോയ്. മലയാളത്തിക്കാരൻ പറഞ്ഞ സൃഷ്ടി സ്ഥിതി സംഹാരം രണ്ടൊന്നാണ്. സൃഷ്ടി ആരാണ്? സ്ഥിതി മഹാവിഷ്ണു, സംഹാരം ശിവൻ. അത് തന്നെയാണ് ഇംഗ്ലീഷുകാരൻ. അതെല്ലാ പാത്രവും തന്നെ. അമ്മ മലയാളത്തിലാണ്, തമിഴിൽ അതെ, ഹിന്ദിയിൽ മാ, എല്ലാവർക്കും അതെ. ഇംഗ്ലീഷിൽ പോയാലും മദറാണ് അമ്മ. പക്ഷെ ഫാദർക്ക് എല്ലാവർക്കും വ്യത്യാസം. നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഒരു കുട്ടി വിദ്യാലയത്തിൽ പൂവറായിട്ടുള്ള കുട്ടിയില്ല, അതായത് മോശമായിട്ട് പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടിയില്ല. പക്ഷെ അവരുടെ ബ്രെയിന പട്ടാളക്കാരുടെ ബൂട്ടിന്റെ ടോപ്പോലൊന്ന് പോളിഷ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അവരെവിടെയോ. പക്ഷെ കുറച്ച് കുട്ടി പൂവറാണെങ്കിൽ ആ കുട്ടീനെ പുറംതള്ളിക്കൊണ്ടേയിരിക്കത്തു. അധ്യാപകനായാലും മറ്റു കുട്ടികളായാലും ശരി. അത് ഒരു നാച്ചുറൽ ഫാക്റ്റാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാ ആൾക്കാരുടെ കയ്യിൽ മൊബൈലിലോട് ഏത് ഡൗട്ടും ടീച്ചറില്ലാതെ ചെയ്യാം. ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ജീവിച്ചിരിക്കാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്താണെന്നെല്ലാം ചോദിക്കാം. പക്ഷെ ജീവിച്ചിരിക്കാത്ത ഗ്രന്ഥങ്ങളാണ് ഇന്ന് ആയുർവേദത്തിലേക്കും മറ്റേതിലേക്കും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അടക്കം ജീവിച്ചിരിക്കാത്ത ഗ്രന്ഥങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നമ്മളെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന സന്യാസി വീരന്മാരൊക്കെ എഴുതി വെച്ച കാര്യങ്ങളാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. പണ്ട് ദ്രോണർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. കൗരവ സദസ്സിലെ ഒരു ഗുരുനാഥനായിരുന്നു. പക്ഷെ ആ ഗുരുനാഥൻ തൻ്റെ രൂപം ഒരു പ്രതിമ പോലെ ഉണ്ടാക്കി കാട്ടിൽ വെച്ച് ആ രൂപത്തിലെ ഗുരുനാഥനായിട്ട് സങ്കല്പിച്ചിട്ട് അഷ്ടാഭ്യാസം പഠിച്ചൊരു വ്യക്തിയാണ്. ഗുരുനാഥനില്ലാതെ പ്രതിമേനെ ഗുരുനാഥനായിട്ട് കണക്കാക്കിക്കൊണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അതിനുള്ള ശേഷിയുണ്ട്. പക്ഷെ നമ്മളത് എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട കടമ നമുക്കുള്ളതാണ്. പക്ഷെ ആ ഗുരുനാഥൻ ഇവരാൾ പാണ്ഡവരും കൗരവും കാട്ടിൽ കൊണ്ടുപോയി അസ്ത്രാഭ്യാസം ചെയ്യുന്ന സമയത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ടായി. ഒരു ചെന്നായ ഇതിന് മുമ്പിൽ ചാടി വരുന്ന സമയത്ത് അസ്ത്രം ഒരു ചെന്നായ വാഴ മൂടിയവനാണ്
ആ പ്രതിഷ്ഠയുണ്ടാക്കിയ അസ്ത്രാഭ്യാസം വിളിച്ചു. അപ്പോൾ ഗുരുവിന് മനസ്സിലായി ഇയാൾ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കഴുത്തിന് മേലെ തല കാണുന്നത് രാജപുത്രന്മാരെയാണ്. അങ്ങനെയാണ് ഗുരുദക്ഷിണയായിട്ട് വിരൽ വാങ്ങുന്നത്. പക്ഷെ ഒരു അധ്യാപകൻ ഒരിക്കലും തൻ്റെ ധർമ്മം വിട്ട് അധർമ്മത്തിൽ ചലിക്കണം. അവനൊരു ഗുരുനാഥനല്ല. അപ്പോൾ കൂടുതൽ സമയം നമുക്ക് മോട്ടിവേഷൻ ഇല്ല. നാളെ വീണ്ടും ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് ഐ വിൽ കം ടുമോറോ. ഓക്കെ, താങ്ക് യു ഫോർ എവരിതിങ്.